ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ വൈഡായിട്ടുള്ള ഒരു പേപ്പറാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറാണ്. നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് the language of business. We know accounting is considered as the language of business. Why we consider accounting is the language of business? നമ്മൾ വാട്ട് ഈസ് ബിസിനസ് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ് ആണ്, അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? നമ്മൾ എന്താണോ ഒരു സെൻഡർ, അല്ലേ? കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടിയാണുള്ളത്, സെൻഡറും റിസീവറും. അപ്പോൾ സെൻഡറിൻ്റെ ആശയം എന്താണോ അത് റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ സെൻഡർ ഉദ്ദേശിക്കുന്നത് അത് റിസീവറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് കൺസിഡേഴ്സ് ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ബിസിനസ്, വാട്ട് ഈസ് എക്സാക്ട് ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്, അപ്പോൾ അതെന്താണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി, അല്ലേ? കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ ഓണേഴ്സിനെയോ മാനേജേഴ്സിനെയോ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ വി ക്യാൻ കൺസിഡർ അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. The functions of accounting is to provide information for all parties who are interested in welfare of the enterprise, namely owners, creditors, employees, tax authorities, then prospective investors and management. അല്ല, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അക്കൗണ്ടിങ്. അല്ല, അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ തന്നെ ആ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ the needs of majority of them can be satisfied by financial statements such as profit and loss account and balance sheet. The management, however, require more information than conventional financial statement can offer. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും, അല്ലേ? നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും മിക്കവാറും ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ആ ഇൻഫർമേഷൻ പോരാ. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ടുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവശ്യമാണ്. ഇറ്റ്സ് മെയിൻ ഇൻട്രസ്റ്റ് ലൈസ് നോട്ട് ഓൺ ദ past but on future. It is concerned with budgeting, planning, fixing responsibility. So അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള റെസ്പോൺസിബിലിറ്റി പ്ലാനിങ് ഉണ്ട്, ബഡ്ജറ്റിംഗ് ഉണ്ട്, അല്ലേ? ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് ചില ഏരിയാസ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഏരിയാസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ടു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഹാസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് നീഡ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ചില ഏരിയാസിലുള്ള ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതിനും മാനേജ്മെൻറ്റിൻ്റെ അഡീഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദിസ് അക്കൗണ്ടിങ് ഈസ് ദ sometime referred to as a ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അല്ലേ? ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അഡീഷണലായിട്ടാണ് നമ്മളെന്താ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത നീഡ്സ് അറിയേണ്ട ഇൻഫർമേഷൻ കൂടി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രൈമറി കൺസേൺ വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നെയിംലി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് സമ്മറൈസ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ഷോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നമ്മൾ പറഞ്ഞാണ്, അല്ലേ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഫൈനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ ദ ടു മേജർ കമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് കോസ്റ്റ്. ഇനി കോസ്റ്റ് അക്കൗണ്ട് എന്ന് നോക്കാം. കോസ്റ്റ് റെപ്രസെൻറ്റ് the resource that have been or must be sacrificed to attain a particular objective. Cost account define the cost represent the resource that have been or must be sacrificed to attain a particular objective. Another definition, the ICMA England define the cost, the amount of expenditure actual or notional incurred on attributable to a given things. Then cost of making a table comprises some
spent for material like timber, nails, polish, wages paid to carpenter and other indirect expenses. അപ്പോൾ നമുക്കൊരു ടേബിൾ നമ്മൾ പണിയുകയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിന് വേണ്ടി തടി നമുക്ക് ആവശ്യമുണ്ട്, ആണിയല്ല അതിൻ്റെ ആവശ്യമുണ്ട്, ദെൻ പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി പോളിഷ് ആവശ്യമുണ്ട്, ആശാരിക്ക് കൊടുക്കേണ്ട വേജസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കോസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. Costing. Costing means ICMA English define costing is the technique and process of ascertaining cost. Costing is the technique and process of ascertaining cost. It involves the system, methods, classification, analysis, appropriate allocation of expenditure, then incurred in respect of a product or service. Then എന്താ പറഞ്ഞേക്കുന്നത്? It involves the system, method, classification, analysis and appropriate allocation of expenditure incurred in respect of a product or service. Costing is the process of computation or ascertainment of the cost of manufacturing of a product or service. Then cost accounting. According to terminology of cost accounting, the cost accounting is the process of accounting for cost from the point at which the expenditure is incurred and committed to establishment with ultimate relationship with the cost centers and cost unit. ICMA definition: cost accounting is the process of accounting for cost from the point at which expenditure is incurred or committed to establishment of its ultimate relationship with the cost centers and cost unit. കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എന്താണ് കോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ദ കോസ്റ്റ് ഫ്രം എ പോയിന്റ് അറ്റ് വിച്ച് ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഓർ കമ്മിറ്റഡ്, അല്ലേ, ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് റിലേഷൻ വിത്ത് കോസ്റ്റ് സെൻറ്റേഴ്സ്. ദെൻ അക്കോർഡിംഗ് ടു ജെയിംസ് Feynman, then cost accounting is the process of recording, classifying, allocating and reporting various costs incurred in the operation of an enterprise. Simple definition. Then cost accountancy, according to ICMA English, cost accounting is the application of costing and cost accounting principles, methods, techniques to science, art and practice of cost control and ascertainment of profitability. It includes the presentation of information derived them from for the purpose of managerial decision making. Then the cost accountancy is the science, art and practice of cost accountant. And objectives and functions of cost accounting. First one, cost ascertainment. Cost ascertainment is the primary objective of cost accounting. The cost accounting helps to ascertain the cost of the product of every unit, job, process, operation, department by close analysis of all expenditure. എല്ലാ എക്സ്പെൻഡിച്ചർ അനലൈസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ജോബിൽ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു പ്രോസസ്സിൽ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ഓപ്പറേഷനിൽ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, ഇത് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. കോസ്റ്റ് എസ്റ്റിമേഷൻ. Cost estimation is the process of predetermining the cost of product or service. It's an estimation of predetermination of cost of product or service. Cost estimation is most relevant for making quotation, price fixation. Then cost accounting provides a very useful base for making estimates. Then cost presentation. Next one, cost presentation refers to the system of reporting cost data to various levels of management suits their requirements. Then cost control. Cost control aim at improving the efficiency and reducing cost. Improving the efficiency and reducing cost. Cost control and cost reduction are becoming increasingly important function. The cost control is affected by comparison of actual cost with the standard cost. Cost control എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കൺട്രോളിങ് മെത്തേഡ്, അല്ലേ, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചത് റെഗുലേറ്റ് ചെയ്യും. ദെൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. Planning and controlling are the very important functions of any management. Cost accounting serves as a useful instrument for managerial planning by facilitating forecast, making analysis and providing periodical reports. Cost accounting play a predominant role in taking managerial decisions. Advantages of cost accounting.
First one, it enables the management to ascertain the true cost of product of every job, unit, process, operation, and the service as a guide to price fixing. It provides information for the preparation of estimate and tenders. It reveals the source of economic production to disclose relative effectiveness of different workers then plant equipment. It is serve as a invaluable aid to management in cost control and cost reduction, facilitate cost comparison, facilitate inter-firm comparison, to help in planning and decision making, to help in ascertaining future prospects, then to help to prepare then interim profit and loss account and balance sheet. Advantage to workers. It discusses the relative effective then efficiencies of different workers and thereby facilitate the introduction of suitable person of wage payment. Suitable plans for wage payment and to provide adequate incentive to less efficient workers. A good system of costing promote prosperity of business and thus ensure the security of service and adequate reward to workers. Then advantage to creditors and investors, to enable the creditors and investors to judge the financial strength and creditworthiness of the company. Their sound business concern with a good system of costing can attract more investors. Then advantage to the government, to facilitate the assessment of excise duty and income tax and formulation of policies regarding industry, export, import. It also facilitates the preparation of national plan for economic development. Then advantage to general public, costing removes all type of wastage and inefficiencies. Thus, it is the result in producing quality product and selling it in a reasonable price. Then public feels fairness of price based on costing. Then costing system brings suitability to industries which are necessary for balanced and steady economic development. So limitations of financial accounting. Then നമ്മൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഗിവ് എ ക്ലിയർ പിക്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദ ഫേം. Financial accounting does not access the control over material and labor. It is not useful the price fixation. It provides only historical information. It neither classify expenses into direct and indirect nor point out controllable uncontrollable item in overheads. Then it does not provide complete analysis of loss due to defective material, idle time, idle plan, etc. It does not supply useful data to manage for comparison and decision making. പറഞ്ഞേക്കുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻ ആണ്. എന്ത് കാരണം കൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ക്ലിയർ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇവിടെ ക്ലിയർ പിക്ചർ കൊടുക്കുന്നില്ല. ഇപ്പോൾ ക്യാഷ് ഫ്ലോ, ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്, ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്, ഈ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് തരുന്നില്ല. ഡസ് നോട്ട് എക്സൈസ് എനി കൺട്രോൾ ഓർ മെറ്റീരിയൽ ആൻഡ് ലേബർ അല്ലേ? അപ്പോൾ നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് സ്പെസിഫിക് കോസ്റ്റ് എന്താണ്, മെറ്റീരിയലിനുണ്ടാകുന്ന കോസ്റ്റ് എന്താണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്താണ്, ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കോസ്റ്റ് എത്ര, ഓരോ പ്രോസസ്സിലുണ്ടാകുന്ന കോസ്റ്റ് എത്രയാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന കോസ്റ്റ് എത്ര, ഓരോ സ്പെയർ പാർട്സിനുണ്ടാകുന്ന കോസ്റ്റ്, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇത് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ പ്രൈസ് ഫിക്സേഷൻ അല്ലേ? ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ്സ് ഓൺലി എ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, നമുക്ക് പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നൈദർ ക്ലാസിഫൈ എക്സ്പെൻസ് ഇൻറ്റു ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ കൺട്രോളബിൾ, അൺകൺട്രോളബിൾ. നമ്മൾ ഓരോ എക്സ്പെൻസ് വൈസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുപോലെ കൺട്രോളബിൾ ആയിട്ടുള്ളതാണ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ളതാണോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ലോസസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഐഡൻറ്റി. ഇപ്പോൾ ലോസ് എന്ന് മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ. ലോസ് എന്ത് കാരണം കൊണ്ടുള്ള ലോസാണ് എന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല അല്ലേ? ഡിഫക്റ്റീവ് മെറ്റീരിയലാണോ, അതോ ലേബറിൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഐഡിൽ ടൈം ആണോ,
പ്ലാന്റ് ഐഡിൽ ടൈം, ഇപ്പം പ്ലാന്റ് നമുക്ക് അല്ലെങ്കിൽ മെഷീനറീസ് വർക്ക് ചെയ്യാതിരുന്നത് കൊണ്ടുള്ള ലോസാണ്. പല കാരണങ്ങൾ കൊണ്ട് ലോസ് ഉണ്ടാകാം. ഏതാണ് എക്സാക്റ്റ് നമ്മൾ ലോസിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് ഓവർകം ചെയ്യാൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് ഡാറ്റ നൽകുന്നില്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് സപ്ലൈ യൂസ്ഫുൾ ഡാറ്റ ടു മാനേജ്മെൻറ്റ് ഫോർ കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ആ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ലിമിറ്റേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ് ആൻഡ് ഇൻവോൾവ് ദെൻ inherent elements of judgment. Then cost varies with the purpose, therefore cost collected for one purpose would be not suitable for another purpose. Then cost accounting present a basis for taking best decision. It does not give outright solution to the problem. It is too expensive to adopt by small concern. There is no uniform system of cost accounting which is applicable to all type of business. The system cannot be applied to all type of industry. നമ്മൾ എല്ലാ ടൈപ്പ് ബിസിനസ്സിലും നമുക്ക് പറ്റത്തില്ല. ഓരോ കേസിലും ഓരോ നിലയ്ക്കാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ലിമിറ്റേഷൻസ്. പക്ഷേ നമ്മളെല്ലാ സിസ്റ്റവും ഫോളോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ള ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യാം. കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് മാത്രം നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിലൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് ആപ്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.